കേരളത്തിലെ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരു രാജകുമാരൻ. വിദ്യാഭ്യാസം ലഭിച്ചു, ഗുരുക്കന്മാർ ലഭിച്ചു, എല്ലാ അവസരങ്ങളും ലഭിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രമില്ല: ബുദ്ധി. ഒരു ചെറിയ സംസ്കൃത വാക്യം പോലും ശരിയായി പറയാൻ കഴിയാതിരുന്ന ആ രാജകുമാരൻ പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കവികളിൽ ഒരാളായി മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വടക്കൻ കേരളത്തിലെ കോട്ടയം രാജകുടുംബം വിദ്യാഭ്യാസത്തിനും പാണ്ഡിത്യത്തിനും പ്രശസ്തമായിരുന്നു. ആ കുടുംബത്തിൽ ജനിച്ച പുരുഷന്മാരും സ്ത്രീകളും സാധാരണയായി നല്ല വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. എന്നാൽ ഒരു കാലത്ത് അവിടെ ഒരു അപൂർവ സംഭവമുണ്ടായി. രാജാധികാരം ഏറ്റെടുക്കേണ്ട ഒരു രാജകുമാരൻ. പക്ഷേ പഠിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് വിദ്യ തലയിൽ കയറുന്നില്ല. രാജ്ഞി അത്യന്തം ബുദ്ധിമതിയായിരുന്നു. മികച്ച പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി രാജകുമാരനെ പഠിപ്പിച്ചു. എന്നാൽ ഫലമുണ്ടായില്ല. കാലം കടന്നുപോയി. രാജകുമാരൻ വളർന്നു. പക്ഷേ ബുദ്ധിയുടെ വളർച്ച മാത്രം ഉണ്ടായില്ല. അന്നത്തെ സാമൂതിരി തമ്പുരാൻ അന്തരിച്ചു. ബന്ധുവായ രാജകുടുംബമായതിനാൽ കോട്ടയത്ത് നിന്ന് ആരെങ്കിലും കോഴിക്കോട്ടെത്തി അനുശോചനം അറിയിക്കേണ്ടതുണ്ടായിരുന്നു. പോകാൻ യോഗ്യനായ മറ്റാരുമില്ല. അവസാനം രാജ്ഞി തൻ്റെ മകനെയാണ് അയക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവിടുത്തെ രാജാക്കന്മാരും പണ്ഡിതന്മാരും സംസ്കൃതത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. രാജകുമാരന് സംസ്കൃതം അറിയില്ല, ഒരു വാക്യം പോലും. നിരാശയിലായ രാജ്ഞി ഒടുവിൽ ഒരു ചെറിയ സംസ്കൃത വാക്യം മകനെ പഠിപ്പിച്ചു. മയാ കിം കർത്തവ്യം, അഥവാ ഞാൻ എന്തു ചെയ്യണം. 3 ദിവസം 3 രാത്രികൾ ആ ഒരൊറ്റ വാക്യം മാത്രം അദ്ദേഹം മനഃപ്പാഠമാക്കി. കോഴിക്കോട്ടെത്തിയ രാജകുമാരനെ ഇളംകൂർ രാജാവ് ആദരവോടെ സ്വീകരിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിന്മേൽ. ഇപ്പോൾ സംസാരിക്കണം, രാജ്ഞി പഠിപ്പിച്ച വാക്യം പറയണം. പക്ഷേ ആ നിമിഷത്തിൽ പോലും അദ്ദേഹത്തിന് അത് ശരിയായി പറയാൻ കഴിഞ്ഞില്ല. മയ കിം കർത്തവ്യം, ഒരു ദീർഘസ്വരം പോലും ശരിയായില്ല. അവിടെയുണ്ടായിരുന്നവർക്ക് എല്ലാം കാര്യത്തിൻ്റെ ഗതി മനസ്സിലായി. ഇതൊരു പണ്ഡിതന്റെ തെറ്റല്ല, ഒരു മണ്ടന്റെ തെറ്റാണ്. കോഴിക്കോട്ടെ രാജാവ് ചെറുപരിഹാസത്തോടെ മറുപടി പറഞ്ഞു: ദീർഘോച്ചാരണം കർത്തവ്യം, ദീർഘമായി ഉച്ചരിച്ചാൽ മതി. സഭയിൽ ഒരു ചെറിയ ചിരി പടർന്നു. രാജകുമാരന്റെ അപമാനം പൂർത്തിയായി. കോട്ടയത്ത് തിരിച്ചെത്തിയപ്പോൾ മുഴുവൻ വിവരവും രാജ്ഞി അറിഞ്ഞു. അപമാനം, നിരാശ, വേദന എല്ലാം ഒരുമിച്ച്. അവസാനം അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു. രാജകുമാരനെ കുമാരധാരയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. കുമാരധാര വെള്ളച്ചാട്ടമുള്ള ഒരു പുണ്യസ്ഥലം. അവിടുത്തെ ജനവിശ്വാസം അത്ഭുതകരമായിരുന്നു. വെള്ളച്ചാട്ടത്തിന്റെ കീഴിൽ കുറച്ചു സമയം കിടന്നാൽ മനുഷ്യൻ അതിവിദ്വാനാകും. പക്ഷേ അധിക സമയം കിടന്നാൽ മരണമുറപ്പ്. രാജഭടന്മാർ രാജകുമാരനെ അവിടെ കെട്ടിയിട്ടു. രാത്രി കടന്നു. വെള്ളച്ചാട്ടം തുടർന്നു. മലകൾ നിശബ്ദമായി നിന്നു. പിറ്റേന്ന് അവർ തിരിച്ചെത്തി. രാജകുമാരന്റെ ശരീരം മരവിച്ചിരുന്നു. പക്ഷേ ജീവൻ നഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ചികിത്സകൾ തുടങ്ങി. കുറച്ചു സമയത്തിനകം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഒരു കാര്യം മാറിയിരുന്നു. അത് ശരീരമല്ല, മനസ്സായിരുന്നു, ബുദ്ധിയായിരുന്നു. മുൻപ് അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത മനുഷ്യൻ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വാക്കുകൾ കവിതയായി ഒഴുകി. എല്ലാവരും അമ്പരന്നു. രാജ്ഞി അമ്പരന്നു, പണ്ഡിതന്മാർ അമ്പരന്നു, രാജ്യം മുഴുവൻ അമ്പരന്നു. ശേഷം മികച്ച ഗുരുക്കന്മാരുടെ കീഴിൽ അദ്ദേഹം വീണ്ടും വിദ്യാഭ്യാസം നേടി. ഈ പ്രാവശ്യം പഠനം പൂത്തു, വളർന്നു, ആഴപ്പെട്ടു. അദ്ദേഹം പണ്ഡിതനായി, കവിയായി. കേരള സാഹിത്യ ചരിത്രത്തിൽ ശാശ്വതമായി ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി കോട്ടയത്ത് തമ്പുരാൻ, നാലാട്ട കഥകളുടെ സ്രഷ്ടാവ്. ഒരിക്കൽ മയാ കിം കർത്തവ്യം പോലും ശരിയായി പറയാൻ കഴിയാതിരുന്ന രാജകുമാരൻ ഇപ്പോൾ കവിതകളിലൂടെ ചരിത്രത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. പക്ഷേ ഈ കഥ നമ്മോട് പറയുന്നത് എന്താണ്?
ഈ കഥ ചരിത്രമാണോ ഐതിഹ്യമാണോ? ഈ കഥയുടെ ചരിത്ര സത്യം പരിശോധിക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ കോട്ടയത്ത് തമ്പുരാൻ യഥാർത്ഥ ചരിത്ര വ്യക്തിയാണ്. അദ്ദേഹം പ്രശസ്ത കവിയായിരുന്നുവെന്നത് ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കഥയിലെ അത്ഭുത ഭാഗം, കുമാരധാരയിലെ രൂപാന്തരം, ജനകീയ ഐതിഹ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു കഥ രൂപപ്പെട്ടത്? ഒരു മഹാനായ കവിയുടെ പ്രതിഭ എവിടെ നിന്നാണ് വന്നത്? ഈ ചോദ്യത്തിന് ജനങ്ങൾ പലപ്പോഴും അത്ഭുതപരമായ ഉത്തരങ്ങൾ കണ്ടെത്താറുണ്ട്. കേരളത്തിൽ പൂന്താനത്തിന് ഭക്തി, എഴുത്തച്ഛന് ദൈവാനുഗ്രഹം, കോട്ടയത്ത് തമ്പുരാന് കുമാരധാര, ഇത്തരം കഥകൾ അസാധാരണ പ്രതിഭയെ വിശദീകരിക്കാനുള്ള ജനകീയ ശ്രമങ്ങളായി കാണാം. ഈ കഥ രാജകുടുംബങ്ങളിലെ പ്രതീക്ഷകളെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നു. കഥയുടെ തുടക്കത്തിൽ കാണുന്നത് ഒരു വ്യക്തിയുടെ പരാജയം മാത്രമല്ല, ഒരു രാജകുടുംബത്തിന്റെ ഭയമാണ്. രാജ്യം ഭരിക്കേണ്ട വ്യക്തി അയോഗ്യനാകുമോ എന്ന ആശങ്ക. ഇത് അന്നത്തെ ഭരണ സംവിധാനങ്ങളിലെ അവകാശ പാരമ്പര്യത്തിന്റെ സമ്മർദ്ദവും കാണിക്കുന്നു. ഈ കഥ ഉയർത്തുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ കഥയിലെ ഏറ്റവും രസകരമായ സംഘർഷം വിദ്യാഭ്യാസം, ജന്മസിദ്ധ കഴിവ്, വിധി എന്നിവ തമ്മിലുള്ളതാണ്. എത്ര പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത രാജകുമാരൻ പിന്നീട് പെട്ടെന്ന് മഹാപണ്ഡിതനാകുന്നു. യാഥാർത്ഥ്യത്തിൽ ഇത് സംഭവിക്കില്ല, പക്ഷെ ജനകീയ കഥകളിൽ ഇതൊരു പ്രതീകമാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ കഴിവ് ഒരു ദിവസം വെളിപ്പെടും. ഇന്നത്തെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ കഥയിലെ ചില ഭാഗങ്ങൾ കാലഹരണപ്പെട്ടതായി തോന്നാം. ഒരു വ്യക്തിയെ മണ്ടൻ എന്ന് സ്ഥിരമായി നിർവചിക്കുന്ന സമീപനം ഇന്ന് പഴയതാണ്. ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ, ന്യൂറോ ഡൈവേഴ്സിറ്റി, വ്യത്യസ്ത പഠന രീതികൾ എന്നിവ അംഗീകരിക്കുന്നു. എന്നാൽ ഇതിലെ ചില ആശയങ്ങൾ ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ അമിത പ്രതീക്ഷകൾ, പൊതുവേദിയിലെ അപമാനം, ജീവിതത്തിലെ രണ്ടാം അവസരങ്ങൾ, വൈകി വിരിയുന്ന കഴിവുകൾ, ഇവ ഇന്നും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ ഇന്നും വായിക്കപ്പെടുന്നു.